ഇന്ന് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും കള്ളപ്പത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് നല്ലതുപോലെ 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കണം. അതിനുശേഷം ഇതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് എരിവില്ലാത്ത മുളക് പൊടി 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയേക്കാൾ ഒരല്പം കുറഞ്ഞു നിൽക്കണം മല്ലിപ്പൊടിയുടെ അളവ്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയാണ്. ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി നടുകെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മീഡിയം സൈസിൽ 1 ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം എരിവിനായിട്ട് 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 4 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതെല്ലാം കൂടിയിട്ട് തിരുമി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ബീഫിലേക്ക് മസാല എല്ലാം നല്ലതുപോലെ തിരുമി യോജിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം ഇതിനെ എടുത്ത് കറി വയ്ക്കാവുന്നതാണ്. നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് വേവിക്കാനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. കാരണം ബീഫിൽ നിന്ന് തന്നെ നല്ലതുപോലെ വെള്ളം പുറത്തേക്ക് വരും. എന്നിരുന്നാൽ കൂടിയും ഒരു 1/4 ഗ്ലാസ്സിനും താഴെ മാത്രം വെള്ളം മാരിനേറ്റ് ചെയ്തിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അതിനെ ബീഫ് വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വേവിച്ചെടുക്കാം. മൂക്കാത്ത ഇറച്ചിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി വെന്ത് കിട്ടിയില്ല എങ്കിൽ 2-3 വിസിൽ കൂടുതൽ വെക്കേണ്ടതാണ്. ബീഫ് ഏകദേശം 90% കുക്കറിലിരുന്ന് തന്നെ വെന്ത് വരണം. അതുകൊണ്ട് തന്നെ ഇറച്ചിയുടെ വേവിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണം ക്രമീകരിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കാം. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇതിനെ തുറന്ന് നോക്കുകയാണ്. മീറ്റ് ഏകദേശം 90% വെന്തിട്ടുണ്ട്. അടുത്തതായിട്ട് വിറകടുപ്പിൽ തീ പിടിപ്പിക്കണം. വിറകടുപ്പിലാണ് ഇനി ബാക്കിയുള്ള പ്രോസസ്സ് മുഴുവൻ ചെയ്യുന്നത്. തീ പിടിപ്പിച്ചതിന് ശേഷം ഒരു ഉരുളി വെച്ച് കൊടുക്കുന്നുണ്ട്. ഉരുളി നല്ലതുപോലെ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 5 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കറിവേപ്പില നല്ലതുപോലെ ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഇതിനെ ഉരുളിയുടെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ കിടന്ന് ഇഞ്ചി ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ തന്നെ ഏകദേശം 15 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയോടൊപ്പം വെളുത്തുള്ളിയും കൂടി നല്ലതുപോലെ വഴന്നു വന്നോട്ടെ. കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ വഴന്നു വന്നു കഴിഞ്ഞാൽ ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴറ്റിയെടുത്ത അതേ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം ചെറുതായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ബീഫിലെ വെള്ളം വറ്റിച്ചെടുക്കണം. ഒത്തിരി വെള്ളം ബീഫിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ ബാക്കി 10% ബീഫ് നന്നായിട്ട് വെന്ത് വന്നോളും. ബീഫ് മാരിനേറ്റ് ചെയ്തപ്പോഴോ അതുപോലെ വേവിക്കാനായിട്ട് വെച്ചപ്പോഴോ ഒന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നില്ല. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയം ബീഫിൻ്റെ വേവ് നോക്കണം. ബീഫ് നല്ലതുപോലെ വെന്ത് കിട്ടിയില്ല, കുറച്ചുകൂടി നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചിരട്ട ഇട്ട് കൊടുത്താൽ മതിയാകും. നന്നായിട്ട് കഴുകി എടുത്ത ഒരു ചെറിയ കഷ്ണം ചിരട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ബീഫ് നല്ലതുപോലെ മയത്തിൽ വെന്ത് കിട്ടിക്കോളും. അടച്ചു വെച്ച് ബീഫ് നല്ലതുപോലെ വേവിച്ചെടുക്കണം. അതിനോടൊപ്പം ഇതിലെ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ കുറുകി വരികയും വേണം. വിറകടുപ്പിൽ ഉരുളിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1/4 മണിക്കൂർ എടുക്കും ഇത് നല്ലതുപോലെ വറ്റി വരാനായിട്ട്. കറിയെല്ലാം വറ്റി നല്ലതുപോലെ കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് എരിവിനനുസരിച്ച് 1 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ കൂടെ വിളമ്പാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണിത്. പ്രത്യേകിച്ച് നമ്മുടെ അടുപ്പിലൊക്കെ വെച്ചുണ്ടാക്കുന്നതിന് വളരെ നല്ല ടേസ്റ്റാണ്. ഇത് ഇരിക്കത്തോറുമാണ് ഇതിന് രുചി കൂടുന്നത്. അതായത് കനൽപ്പുറത്ത് കിടന്ന് എത്രത്തോളം ഡ്രൈ ആകുന്നു അത്രത്തോളം സ്വാദായിരിക്കും ബീഫിനുണ്ടാകുക. അതുപോലെ കൂടുതൽ ഇത് ഡ്രൈ ആകും തോറും ഇതിൻ്റെ കളറ് മാറി വരും. ഒരു കറുത്ത ഷെയ്ഡിലേക്ക് ഇത് മാറുന്നതാണ്. വേണമെങ്കിൽ തലേ ദിവസം ഇതുപോലെ ബീഫ് റോസ്റ്റായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അടുത്ത ദിവസം ഒന്നുകൂടി വെളിച്ചെണ്ണയിൽ ഉലർത്തിയെടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്വാദ് കൂടുതൽ വർദ്ധിക്കുകയുള്ളൂ.
വീട്ടിൽ വിറകടുപ്പൊക്കെ ഉള്ളവർ ഇതുപോലെ ബീഫ് റോസ്റ്റ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്